സ്ത്രീധനം എന്ന പേരിലുള്ളതായ ഒരു സാധനം ഉണ്ടല്ലോ, അത് നാം പറയാറുണ്ട് എന്ത്, സീതാരാമന് കൊടുത്തതാണ് അല്ലേ. സീതാരാമന് കൊടുത്തത് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല, അങ്ങനെ തന്നെ ചെയ്യുന്നു അല്ലേ. ഞങ്ങളെ നാട്ടിൽ കാശിവെപ്പ് എന്നാ പറയാം. കാതുകുത്തും കാശിവപ്പും ഏതുവായി ഇന്ന് മാരനില്ലാതെ എത്ര പേർ മരിച്ചു പോയി എന്ന് പണ്ട് പാടിയതായിട്ട് ഓർക്കുന്നു. ഇത് എത്ര ആൾക്കാർ മരിച്ചുപോയി എന്ന്. പിന്നെയാവാമെന്ന് വെച്ചാൽ മാരനില്ല, പിന്നെ ഉപ്പിയുമില്ല, ആരുമില്ല എന്നൊക്കെ പണ്ട് ചെറുപ്പത്തിൽ പാടിയ പാട്ടുകളാണ്. അപ്പോൾ അത് പണ്ട് തന്നെ ഉള്ള അപകടമാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോഴും ആ അപകടം തന്നെ. നിക്കാഹിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഓഫീസിലേക്ക് ഒരാൾ നിക്കാഹിനെ കുറിച്ചുള്ളതായ, അപ്പോൾ അതിലെന്തില്ല, മെഹറില്ലേ, ഇല്ല മെഹർ. ഞാൻ ചോദിച്ചു മെഹറോന്ന്. മെഹർ വേണ്ടത് പരിഭാഷപ്പെടുത്താൻ കൊണ്ടുവന്നതായ മലയാള പദമാണ്. മെഹർ എന്നുള്ള പദം തന്നെ ഇല്ല. നമ്മുടെ നാട്ടിൽ മെഹർ പറയില്ലല്ലോ, മെഹർ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. മെഹറില്ല. ഖുർആന്റെ ഒരു അറ്റമുത്തൽ മറ്റേ അറ്റം വരെ കല്യാണം പറയുമ്പോൾ അല്ല മെഹറ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നബിമാരുടെ കൂട്ടത്തിൽ വലിയ ഉലുൽ അസ്മിനുകൾ കേട്ടിട്ടില്ലേ? ശുഐബിന്റെ നാടാകുന്നതായ ആ നാട്ടിൽ 10 കൊല്ലം തങ്ങേണ്ടി വന്നത് അള്ളാനെ കാണാൻ പോകുന്ന വഴിയിൽ കല്യാണം കഴിച്ചപ്പോൾ പെട്ടതാണ് മൂപ്പര്. കല്യാണം കഴിച്ചപ്പോഴോ നിബന്ധന കൊടുത്തു, എന്താണ്? മഹർ കൊടുക്കണം. ഒന്നിരിക്കലും 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം. നിങ്ങൾ 10 കൊല്ലം ആടിനെ മേയ്ക്കുകയാണെങ്കിൽ ആടിനെ 10 കൊല്ലം മേയ്ക്കുക. എന്തിനു പകരം? ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശമ്പളമല്ലല്ലോ ഒരു ഡോക്ടറേറ്റ് എടുത്ത ആൾക്ക് കിട്ടുക, അതിലല്ലേ. എന്നതുപോലെ ഒരു സാധാരണക്കാരന്റെ രീതിയല്ലല്ലോ ഒരു മൂസ നബിയാകുന്ന ഉലുൽ അസ്മിന് കൊടുക്കേണ്ടത്. നാം ആ ഉലുൽ അസ്മാകുന്ന മൂസ 10 കൊല്ലം ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളം എത്രയായിരിക്കും? ആ 10 കൊല്ലമാണ് മൂപ്പര് ജോലി ചെയ്യുന്നത് ആ പെണ്ണിനെ കെട്ടിയത് കാരണത്താൽ. അപ്പോൾ എത്ര സംഖ്യയാണ് മഹർ കൊടുത്തത്? എന്നിട്ട് നമ്മുടെ നാട്ടിൽ മഹർ എന്താണ്? വെറും പറച്ചല് മാത്രം കൊടുക്കലില്ല. ഈ പറച്ചല് തന്നെ പറയുന്ന എത്രയാണ്? 100 റുപ്യ. എന്റെ കാലത്ത് ഇന്നത്ര അറിയില്ല, ഇനി 1000 ആയിക്കോട്ടെ. ഇനി 1000 ഉറുപ്പ്യ പറഞ്ഞാലോ, അഥവാ മരിക്കുന്ന സമയത്ത് തള്ള മരിക്കുമ്പോൾ, അല്ലടി നീ ഇന്നോട്ട് ഞാൻ പറഞ്ഞ ആ മഹർ ഞാൻ തന്നിട്ടില്ല, എനിക്ക് മാപ്പാക്കണമെന്ന്. അതൊരു കൊടുത്തിട്ടില്ല. അത്ര വിലയേ ഉള്ളൂ എന്തിന്? പെണ്ണിനും. അല്ല, പെണ്ണിനെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ. അവളുടെ നിന്റെ കസ്റ്റഡിയിലേക്ക് റസൂൽ പറഞ്ഞ ശരി തന്നെയാണ്. ഇന്നഹുന്ന അവാനുൻ ബൈനക്കും, അല്ലേ? അറസ്റ്റിലാണ് അവർ, നിങ്ങളുടെ കസ്റ്റഡിയിലാണ്. അങ്ങനെ കസ്റ്റഡിയിൽ വരുന്നത് കൊണ്ട് തന്നെ അവരെ ആദരിക്കണം. അവർക്ക് അനന്തരാവകാശം കിട്ടുകയാണെങ്കിൽ തന്നെ അള്ളാന്റെ തീരുമാനം പകുതി കൊടുക്കണമെന്നാണ് പുരുഷന്റെ. അതുകൊണ്ട് തന്നെ അവരെ സമാധാനിപ്പിക്കാൻ നല്ലൊരു തുക സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ കൊടുക്കണം. ആരും തന്നെ എളുപ്പമായി അല്പം മഹർ കൊടുത്താൽ അതാണല്ലോ ഫലം എന്ന ഹദീസുമായി പറഞ്ഞു നടക്കും. ഈ പറഞ്ഞു നടക്കുന്ന ആളാരാണ്? കോടീശ്വരനാണ്. അത് കോടീശ്വരനോടല്ലാണ് പറഞ്ഞത്. കഴിവില്ലാത്ത ആളാണെങ്കിൽ ഒരു മോതിരം കൊണ്ടാണെങ്കിലും കല്യാണം കഴിക്കാം, അത് വേറെ കാര്യം. അത് കഴിവില്ലാത്തവരെ കുറിച്ചാണ്. കഴിവുള്ള ആള് എല്ലാറ്റിനും കാശ് ചെലവഴിക്കുക. ഈ മഹറിന്റെ അടുക്കലെത്തുമ്പോൾ അത് മഹർ 1000 തന്നെ, അതിൽ കൂടൂല, 1000 റുപ്യ. അത് പെണ്ണിനെ അവഗണിക്കലാണ്. ഇസ്ലാം പഠിപ്പിക്കാത്ത ശൈലിയാണ്. അതൊക്കെ ജഹൽ നിന്നിട്ട് വരുന്നതാണ്, അറിവില്ലായ്മ നിന്നിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ജഹലിനോട് നാം വിടവാങ്ങണം. അത് ഇത്തരം കാര്യങ്ങളിൽ എൽമുള്ള ആളായി മാറണം. അപ്പോൾ ഇങ്ങനെയുള്ളതായ രോഗങ്ങൾക്കൊക്കെ ചികിത്സ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും.